ഞങ്ങൾ മൂകാംബികയിൽ ചെന്നതിൻ്റെ അന്ന് രാവിലെ നമ്മൾ അമ്മയെ കണ്ട് നല്ലതുപോലെ തൊഴുതു. എന്നിട്ട് റൂമിൽ പോയി കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം വൈകുന്നേരത്ത് ഒരു 5-5:30 ആയതോടുകൂടി ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്ക് തന്നെ വന്നു. ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിരുന്നു റൂം. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവിടേക്ക് വരാൻ പറ്റി. വന്ന് ഞങ്ങൾ വരുമ്പോൾ വലിയ ക്യൂ ഇല്ല, എങ്കിലും കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. അപ്പം അതിന് ആ സമയത്ത് അവിടുത്തെ ആ വലിയ വിളക്ക്, ആ ഫ്രണ്ടിൽ അമ്മയുടെ തിരുമുമ്പിൽ നേരെ കാണുന്ന ആ വലിയ വിളക്കിൽ എണ്ണയൊക്കെ തുടച്ചെടുക്കുന്ന ആളുകൾ. ഇതിൻ്റെ ഇടയ്ക്ക് ദേശക്കുട്ടനും മോളും കൂടി അവിടെ കടന്ന് ഓടുന്നുണ്ട്. ഐശ്വര്യ പുറകിന് ഓടുന്നു. അപ്പോഴത്തേക്കിനും കൽവിളക്കിൻ്റെ വെള്ളവും എണ്ണയെല്ലാം തുടച്ച് മാറ്റിയതിന് ശേഷം ആ വിളക്ക് ഫുള്ള് കത്തിച്ചു. കണ്ടോ എന്തൊരു ഐശ്വര്യമായിരുന്നെന്നറിയാം. ഈ സമയത്ത് വലിയൊരു ഇടിയൊക്കെ അവിടെ വെട്ടി, ഇടിയും മഴയും, മുട്ടൻ ഇടിയും മഴയും ഉണ്ടാകുന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ലക്ഷണമായിരുന്നു അന്നേരം, കാലാവസ്ഥയായിരുന്നു അന്നേരം. പക്ഷേ ഒരു ഇടി വന്ന് വെട്ടിയെന്നേ ഉള്ളൂ, ഒരു മഴയും അവിടെ പെയ്തില്ല. ഞങ്ങളെല്ലാം പേടിച്ചു പോയി. കാര്യം ഈ വിളക്കെല്ലാം അണയത്തില്ലേ, പക്ഷേ ഒന്നും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. സോ ഞങ്ങളങ്ങനെ അകത്തേക്ക് കയറാൻ വേണ്ടി ഞങ്ങൾ ക്യൂവിനകത്ത് നിൽക്കുന്ന സമയത്ത് അമ്മയെ രഥത്തിൽ ഒരുക്കിയിരുത്തി. ആദ്യം ഫസ്റ്റ് ഒരു രഥത്തിനകത്ത്, അത് തിരുമേനിമാർ തോളിൽ ഏറ്റിക്കൊണ്ടുപോകുന്ന ഒരു രഥം, അതിലേക്ക് അമ്മയെ പട്ട് സാരിയൊക്കെ ഉടുപ്പിച്ച് ഇരുത്തിക്കൊണ്ട് നമ്മുടെ തോളിൽ ചുമന്നുകൊണ്ട് പോവുകയാണ്. അതാണ് ഇപ്പോൾ ഈ ഒരുക്കുന്നത്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഞങ്ങൾ നേരത്തെ വന്ന് കണ്ട് തൊഴുതിട്ടൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇതേപോലെ ഒരു ദിവസം നിന്ന് നമുക്ക് കണ്ട് തൊഴാൻ പറ്റിയതിട്ടുണ്ട്. പിന്നെ ഇത് ആ റൗണ്ട് ചുറ്റി വന്നതിന് ശേഷം ഒരു പ്രാവശ്യം അന്നേരം ചുറ്റിയോളൂ. വന്നതിന് ശേഷം സ്വർണ്ണരഥത്തിനകത്ത് ഒരുക്കി കൊണ്ടുപോകുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഈ സ്വർണ്ണരഥത്തിൻ്റെ കയറിൽ നമുക്ക് തൊടാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഞങ്ങളൊന്നും അതിൻ്റെ അയലത്തോടും ചെല്ലാൻ സമ്മതിച്ചില്ല. VIP-കൾക്ക്, അതായത് 1000 രൂപയൊക്കെ കൊടുത്ത് സ്പെഷ്യൽ പാസ്സൊക്കെ എടുത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ ഉള്ളു ആ രഥത്തിൻ്റെ കയറിനകത്ത് തൊടാനൊരു ചാൻസ്. ഞാൻ പക്ഷേ ആരും കാണാതെ അല്ല, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ആ കയറിനകത്ത് ഞാനൊന്ന് തൊട്ടു. അതിൻ്റെ വീലിനകത്ത് അമ്മയെ ഉരുട്ടിക്കൊണ്ടുപോകുന്ന രഥത്തിൻ്റെ വീലിനകത്ത് ജസ്റ്റ് ഞാനൊന്ന് തൊട്ടിട്ട് ഒന്ന് നമസ്കരിച്ച്. എനിക്കത് മതി, നമുക്ക് വേറെ ഒന്ന് തൊടണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ തൊട്ടു. ഏതായാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഗൈസ്, അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ അങ്ങ് നിൽക്കാൻ തോന്നും, അത്രയ്ക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അത്. അമ്മയെ ഞങ്ങൾ അങ്ങനെ ദൂരെ നിന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അമ്മയെ ആ രഥത്തിൻ്റെ മേളിൽ ഇരുത്തിയതിന് ശേഷം നാണയം വാരി എറിയുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ഈ നാണയം വാരി എറിഞ്ഞപ്പോൾ അവിടെ നിന്ന ആളുകളെല്ലാം അത് നുള്ളി പറക്കി എറിയുന്ന, പക്ഷേ എൻ്റെ അടുത്തൊരെണ്ണം വന്ന് വീണെങ്കിൽ ഞാൻ കൈ വെക്കുന്നതിന് മുമ്പ് വേറൊരു ചേച്ചി വന്നതിനകത്ത് കൈ വെച്ച് അത് ഞാൻ അവർക്ക് വിട്ടുകൊടുത്തു. അങ്ങനെയാണ്. പക്ഷെ അല്ലെങ്കിൽ എനിക്കത് കിട്ടിയാണ്. ഞാനത് കൈ വെച്ച് എടുക്കാൻ പെട്ടെന്ന് തപ്പിപ്പറിച്ചെടുക്കാൻ അത് വേണ്ട, അത് ശരിയല്ല. നമ്മൾ ഒരാളിനെ അടുത്ത് കിട്ടിയത് നമ്മളെ തട്ടിപ്പറിച്ചെടുക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാനത് കൈ വിട്ടു കൊടുത്തു. അപ്പം അവരത് എടുത്തു. എന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞ ചേച്ചിക്ക് ഭാഗ്യമുണ്ട്, അതിലേ ചേച്ചിക്ക് ഈ നാണയം കിട്ടിയത് എന്ന് പറഞ്ഞു. അങ്ങനെ അത് വേറൊരു ചേച്ചി, എവിടെ നിന്നോ വന്ന ഒരു ചേച്ചിയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും ഒരു നാണയവും കിട്ടിയില്ല. 1 രൂപയായാലും ഒരു നാണയം കിട്ടിയെങ്കിൽ വലിയ എന്ന് വിചാരിച്ചു. പക്ഷേ നാണയം ഒന്നും കിട്ടിയില്ല. പിന്നെ ഈ രഥം അമ്പലത്തിന് 4 ചുറ്റും ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഞങ്ങൾ കുറേ സമയം ഇതെല്ലാം കണ്ട് അവിടെ നിന്ന്. പിന്നെ അവിടെ ഔഷധം കൊടുക്കുന്നുണ്ടായിരുന്നു, ഔഷധം കഞ്ഞിയോ മരുന്നോ ഏതാണ്ട്. അങ്ങനെ അതിന് പക്ഷേ പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുവന്നാൽ അവരെടുക്കത്തില്ല. നമ്മൾ സ്റ്റീൽ പാത്രം വാങ്ങിച്ചുകൊണ്ട് ചെല്ലണം. പിന്നെ വെളിയിൽ പോയി ചേച്ചി സ്റ്റീൽ പാത്രം വാങ്ങിച്ചുകൊണ്ട് വന്നാണ് ഞങ്ങളതിൽ വാങ്ങിച്ചത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ അവർ വീണ്ടും വിളക്കെല്ലാം തുടച്ച് വൃത്തിയാക്കുകയാണ്. വീണ്ടും വൈകുന്നേരത്ത് ഇതേപോലെ വിളക്കൊക്കെ കത്തിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്
അവർ ഇങ്ങനെയൊക്കെ വിളക്ക് തുടച്ച് വൃത്തിയാക്കുന്നത്. ഏതായാലും നിങ്ങൾക്കും ഇങ്ങനെ ഒരു അവസരം കിട്ടാൻ അമ്മ അനുഗ്രഹിക്കട്ടെ. പിന്നെ അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുൻപിലായിട്ടാണ് 2 പശുക്കിടാങ്ങൾ. എന്തൊരു ഐശ്വര്യമാണെന്നറിയാമോ. ആ പശു തള്ളയും കുട്ടിയും അടിപൊളിയാണ് കേട്ടോ.